ആഴിയിൻ ആഴങ്ങളിൽ ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതം സാഹസികത നിറഞ്ഞതാണ്. പ്രാർത്ഥനയോടെ കരയിൽ നിന്ന് കടലിലെത്തുമ്പോൾ നിരവധി പ്രതിസന്ധികളാണ് അവിടെ നേരിടേണ്ടി വരുന്നത്. ദൈവകൃപ കൊണ്ട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് കരയിലെത്തുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. ഇത് സെൽവൻ ജോൺ ചിറയൻകീഴ് താലൂക്കിലെ പൂത്തുറ സ്വദേശിയാണ്. 15-ാം വയസ്സിൽ നിരവധി സാഹചര്യങ്ങൾ മൂലം പഠനം ഉപേക്ഷിച്ച് മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. ആത്മീയത മുറുകെ പിടിച്ചുള്ള ജീവിതവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവതുണയും സെൽവൻ ജോണിന് ജീവിതത്തിൽ പ്രതീക്ഷകൾ നൽകുന്നു. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ആഴിയിൻ ആഴങ്ങളിലൂടെ സെൽവൻ ജോൺ. നമസ്കാരം, എൻ്റെ പേര് സെൽവൻ ജോൺ. ഞാൻ പൂത്തുറ ഇടവകയിലുള്ളതാണ്. ഞാൻ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ മകനാണ്. എൻ്റെ അച്ഛനെന്ന് പറഞ്ഞാൽ ജോൺ എന്നാണ് പേര്. അമ്മയുടെ പേര് ഏലിയാമ്മ. ഞങ്ങൾ ഞങ്ങൾക്ക് വീടും വസ്തുക്കളും ഒന്നുമില്ലാതെ ഒരു ആളിൻ്റെ വസ്തുവിൽ കുടിയടപ്പ് താമസിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മദ്യപാനിയാണ്. ഫുൾ ടൈം മദ്യപിക്കുന്ന ആളാണ്. മത്സ്യത്തൊഴിലാളിയാണ്. കിട്ടുന്ന കാശുകൾ കൊണ്ട് മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളരുന്നത്. എനിക്ക് 2 സഹോദരിയാണ്. ഒരു സഹോദരിയും ഞാനുമാണ്. 2 മക്കളാണ് ഞങ്ങളുള്ളത്. അതിൽ സഹോദരിനെ കൊല്ലത്ത് കെട്ടിച്ചതാണ്. ഞാൻ 9-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിനു മുന്നേ തന്നെ മത്സ്യത്തൊഴിലാളി ബന്ധനത്തിൽ മത്സ്യത്തൊഴിലാളിയുടെ പരിപാടിക്കും മത്സ്യത്തൊഴിലാളി മീൻ പിടിക്കാൻ പോകാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പഠനം നിർത്തി ജോലിക്ക് പോകേണ്ടി വന്നത്. എൻ്റെ 15-ാമത്തെ വയസ്സ് മുതൽ ഞാൻ കട്ടമരത്തിലും കമ്പവലയും പണ്ടുള്ള കമ്പവലയിലും പണിക്ക് പോകുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളിൻ്റെ മെൻഡസ് എന്ന് പറഞ്ഞ ആളിൻ്റെ കമ്പവലയാണ് ഏറ്റവും കൂടുതൽ ജോലിക്ക് പോയിട്ടുള്ളത്. ആദ്യമായിട്ട് അത് കടലിൽ പോകുമ്പോൾ കട്ടമരത്തിൽ പോകുമ്പോൾ ഛർദിലായിരുന്നു. ഭയങ്കരമായിട്ട് ഛർദിച്ച് കുഴഞ്ഞ് കിടന്നൊരു ഫീലിംഗ് ഉണ്ടായി. കാരണം ഒരാഴ്ച വരെ ആദ്യമായിട്ട് നമ്മൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ കടലിൽ ഛർദിക്കും. കടലിലെ ആ സ്മെല്ലും ഇതൊന്നും പിടിക്കാതെ വരും. അപ്പോൾ കട്ടമരത്തിൽ കിടന്നിട്ടാണ് വന്നത്. എന്നെ കൊണ്ടുപോയവർ അവർ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ട് കരയെത്തിച്ച ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. കാരണം അത് ഒരാഴ്ച കാലം ഞാൻ ഛർദിൽ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കടലിനോട് പൊരുത്തപ്പെട്ടത്. അതുവരെ പൊരുത്തപ്പെടാത്ത രീതിയിൽ നമ്മൾ കര നിൽക്കുന്നത് പോലെ അല്ല കടലിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ട് ഛർദിൽ നമ്മളെ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും അവിടെ അത് പോകുകയാണ് ചെയ്യുന്നത്. കാരണം അതിനോട് പൊരുത്തപ്പെട്ട് വരാൻ കുറേ സമയമെടുത്ത് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ കര വന്ന് അങ്ങനെ അത് കുറച്ച് നാൾ പണിക്ക് പോയതിന് ശേഷം കമ്പവല വിടാൻ പോയി. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കമ്പവല വിടാൻ പോയി. ഞങ്ങളുടെ വീടിനോട് അടുത്ത് ചേർന്ന ഇതാണ് കമ്പവല ഉള്ളതാണ്. അവർക്ക് വള്ളവും വലയും ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് കമ്പവല വലിക്കുക. അന്ന് എനിക്ക് 15 വയസ്സേ ഉള്ളൂ. ഞാൻ ദൈവത്തിനോട് എൻ്റെ വീടിനടുത്ത് പള്ളി ഉള്ളതുകൊണ്ട് പള്ളിയിൽ പോകും, KTCത്തിന് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പോകും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിൽ കയറി വന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. പള്ളിയിൽ പോയി കിടന്ന് കരയുകയും അച്ഛനോട് പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ കുറച്ച് കാലം നടന്നു നീങ്ങി കമ്പവല വിടുകയും അതിനിടയ്ക്കാണ് പെങ്ങളുടെ ഒരു കല്യാണം വരുന്നത്. എന്നെ 18-ാമത്തെ വയസ്സിൽ പെങ്ങളെ കെട്ടിക്കുന്നുണ്ട്. കൊല്ലത്ത് മാരേജ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറേ കടബാധ്യത വന്നിട്ടുണ്ട്. ആ കടബാധ്യതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി മത്സ്യബന്ധനത്തിന് പോയി. അതൊരു 18-ാമത്തെ വയസ്സിൽ ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് ഗൾഫിലോട്ട് പോകുന്നു. 1990 ഞാൻ ഇവിടുന്ന് ഗൾഫ് ജീവിതം തുടങ്ങുന്നു. 90 ഈ മത്സ്യബന്ധനവും ഈ പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് പൈസ കൂടുതലുണ്ടാക്കി സ്ഥലവും വീടും സ്വന്തമായിട്ട് വാങ്ങണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം, പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി ഗൾഫിൽ പോകണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹമുണ്ടായി. ഏറ്റവും കൂടുതൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവം ഇല്ലാതെ ഒന്നും ചിന്തിക്കില്ല, ഒന്നും നടക്കില്ല എന്നുള്ള ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒത്തിരിയും കഷ്ടപ്പാട്. ഈ ഗൾഫിൽ പോകണമെങ്കിൽ അന്ന് ഏതാണ്ട് 1 ലക്ഷം രൂപ വേണം. അത് ആളുകളുടെ നിന്ന് പലിശയ്ക്ക് വാങ്ങി
നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ 1 ലക്ഷം രൂപ വാങ്ങി കടം വാങ്ങിയിട്ട് 90-ൽ പോകുന്ന ഒത്തിരിയും ബുദ്ധിമുട്ട്. ആ ഗൾഫ് രാജ്യത്ത് പോയിട്ടും കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോഴും അവിടെ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് സ്വന്തമായിട്ട് ഒരു കിടക്കാടം വേണം, ഒരു അഡ്രസ്സ് വേണം എന്നുള്ളൊരു നിലപാട് അവിടെ എടുത്ത് അവിടെ പ്രാർത്ഥിക്കുകയും അവിടെ വിശ്വസിക്കുകയും എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഈ രാജ്യത്തു നിന്ന് പോകുന്നത് തന്നെ. ആ പോയി ഒരു 3 വർഷത്തോളം അവിടെ നിന്ന് 3 വർഷത്തോളം സൗദി അറേബ്യയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആ രാജ്യത്ത് പോയപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം വന്ന് അപ്പോൾ ഒത്തിരിയും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ കമ്പനിയിൽ നിന്ന് വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. കയറ്റിവിടുമെന്നുള്ളൊരു സാഹചര്യമായപ്പോൾ അവിടെയും കിടന്ന് നിലവിളിക്കുകയാണ്, ഇനി ഈ 1 ലക്ഷം രൂപ ഞാൻ എങ്ങനെ കൊടുക്കും, ഇതെങ്ങനെ വീടും. തന്തയും തള്ളയും പ്രശ്നത്തിലാണ്, കള്ളുകുടിയാണ്, അമ്മ മീൻ കച്ചവടക്കാരിയാണ്. മീൻ കച്ചവടം ചെയ്ത് കൊണ്ടുവരുന്ന കാശ് വരെ എടുത്തുകൊണ്ടുപോയി കുടിക്കുന്ന ഒരു സാഹചര്യമാണ് തന്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സഹോദരി ഇതൊന്നും അറിയുന്നില്ല. ഇവിടെ സഹോദരിനെ കെട്ടിച്ച കടത്തിൻ്റെ പുറത്ത് ഞാൻ ഈ വിദേശത്ത് പോകുന്നതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, 2 കാരണമാണ്. ഒന്ന്, സഹോദരിനെ കെട്ടിച്ച കടം. രണ്ടാമത്, എനിക്ക് കിടക്കാടമില്ല സ്വന്തമായിട്ട്. എൻ്റെ അപ്പൻ്റെ കാലം മുതൽ ഞങ്ങൾ ഇവിടെ കുടിയടപ്പിൽ താമസിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിയിട്ടില്ല, അവരുടെ കയ്യിൽ നിന്ന് 10 രൂപ ചോദിച്ചിട്ടില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജോലിയെടുത്ത് സ്ഥലവും വീടും വാങ്ങണമെന്നുള്ള വാശിയോടുകൂടിയാണ് ഇവിടുന്ന്. അത് ദൈവം കൂടെ ഉണ്ടായിട്ടാണ്, അല്ല എൻ്റെ ഒരു വാശിയിലല്ല നിറവേറ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവം ചെയ്തു തന്ന് ഞാൻ 3 വർഷം കൊണ്ട് ഞാൻ കിടക്കാടം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കിടക്കാടം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നപ്പോൾ 27 സെൻറ്റ് സ്ഥലവും ഒരു ഓടുപേര വീടും ഞാൻ വാങ്ങി. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ വന്ന് 1995 ഞാൻ കല്യാണം കഴിക്കുന്നു. ഏപ്രിൽ 27-ാം തീയതി ഞാൻ മാരേജ് നടത്തുന്നു. ഞാൻ ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചു, അത് ഉറപ്പായിട്ട് കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, ഒരു പെണ്ണും ഒരാണും. ഭാര്യയുടെ പേര് ബിനു എന്നാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് എന്നോടൊത്ത് ജീവിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ആ പെണ്ണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ആ ഭാര്യയും ദൈവികമായിട്ട് നല്ലൊരു വിശ്വാസത്തിലാണ് വരുന്നത്. വീട്ടിൽ നല്ല രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളും കൊണ്ടുപോകുന്നതാണ് മുന്നോട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഭയങ്കര ദുരിതങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദുരിതങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവൾ പരിശ്രമം നല്ല രീതിയിൽ നടന്നു. അതുപോലെ അവരുടെ അച്ഛനും അമ്മയും മത്സ്യത്തൊഴിലാളികളാണ്. കടലിനെക്കുറിച്ച് നല്ല രീതിയിൽ ഞാൻ പിന്നെ ഒരു 3 വർഷം വരെ ഗൾഫിൽ നിന്ന് പോകാതെ ഉപേക്ഷിച്ച് ഈ നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അപ്പോഴും ഞാൻ കടലിൽ ജോലിക്ക് പോകുന്നു. കടലിനെക്കുറിച്ചൊരു അപകടം സംഭവിച്ചത് കർക്കിടക മാസത്തിൽ ഈ വള്ളം തുഴഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ വള്ളം കമിഴ്ന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരിയും ബുദ്ധിമുട്ടും കയ്യിൽ ഒന്ന് ചെറുതായിട്ട് ഒടിയുകയും അതിൻ്റെ ഒരു വേദന ആയിരുന്നു അന്ന്. അപ്പോൾ അത് ഇവിടുന്ന് വള്ളം കരയിൽ നിന്ന് ഇറക്കി അപ്പുറം കടന്ന് പോയി 2 കടൽ വീണിട്ടും രക്ഷപ്പെട്ട് വള്ളത്തിലിരുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പുറം കടന്നു പോയി. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ദൈവവിശ്വാസം എന്ന് പറയാൻ നമ്മൾ ഒരു അപകടവും ഇല്ലാതെ 8-10 പേരാണ് ആ വള്ളത്തിലുണ്ടാകുന്നത്. ആ 10 പേർക്കും ഒരു അപകടവും ഇല്ലാതെ തിരിച്ച് വരുമ്പോഴാണ് ഈ കടൽ വീണ്ടും അടിച്ചിട്ട് വള്ളം കമിഴുമ്പം അതിൽ 2 പേർക്ക് കാലൊരയുകയും തലയ്ക്ക് ചെറിയായിട്ട് പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വിളിച്ച് എല്ലാവരും വിളിച്ച് ദൈവമേ രക്ഷിക്കണേ എന്ന്. കാരണം അത്രയും കടൽ ഉയരത്തിൽ വന്ന് അടിച്ച് വള്ളം കമിഴ്ത്തി അവരുടെ വള്ളത്തിനും നാശനഷ്ടങ്ങളുണ്ടായി. ആ ദിവസം ഭയങ്കര പ്രതിസന്ധിയും പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയത്. കാരണം ആ കമ്പുകൊല വലിച്ചു കയറ്റിയപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപയുടെ മീൻ നൊത്തോലി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നിട്ടും ഈ പരിക്ക് പറ്റിയവർക്ക് വേദന മാറുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ട്. കാരണം എനിക്ക് കൈ ഒടിയുമ്പം എനിക്കതിൽ കയ്യിൽ ഉടവ് പറ്റുമ്പോഴെല്ലാം എൻ്റെ വീട്ടിൽ പറയുന്ന ഈ പരിപാടി നിർത്ത്, നിന്നി പോകണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൈവത്തിൻ്റെ ഒരു ശക്തി ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരു അപകടം കൂടാതെ കടന്നു വരണമെന്ന് ജീവിത പങ്കാളി വീട്ടിലിരുന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കാരണം അവരുടെ നിലവിളിയാണ്.
കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് അവർ വിളിക്കുന്നു, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ച് ആ വീട്ടിൽ എത്തുന്നത് വരെ വെളുപ്പിലെ 6 മണിക്ക് ഇറങ്ങിപ്പോയി ചിലപ്പോൾ 4 മണിക്കാണ്, വൈകുന്നേരം 4 മണിക്കായിരിക്കും വീട്ടിൽ വരുന്നത്. കമ്പോലയുടെ അടുത്ത് വെള്ളം കൊണ്ടുവരികയും ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴാണ് അവർ കാണുമ്പോഴാണ് അവർക്കൊരു ദൈവത്തോട് അവർ നന്ദി പറയുന്നത്. കാരണം ദൈവം നല്ല രീതിയിൽ പരിപാലിച്ച് എൻ്റെ ഭർത്താവിനൊരു അപകടം കൂടാതെ കൊണ്ടെത്തിക്കുന്ന കർത്താവാണെന്ന് വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തിയതാണ് എൻ്റെ ജീവിത പങ്കാളി. കാരണം ഇന്ന് വരെ പ്രാർത്ഥനയിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുന്ന ദൈവിക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവിത പങ്കാളി എൻ്റെയും എൻ്റെ കുടുംബത്തെയും നയിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ മാതാപിതാക്കൾക്കും പിന്നെ മാറ്റം വന്നു തുടങ്ങിയത് അവളുടെ പ്രാർത്ഥനയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗാവസ്ഥ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ചെയ്തത് തെറ്റാണ്. ഇതുപോലെ ഒരു വള്ളം കർക്കിടകത്തിൽ കമിഴ്ന്ന് ഒരാളെ നഷ്ടപ്പെട്ട് ആ ആൾ ഇന്ന് വരെ ആളുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാവരും രക്ഷപ്പെട്ട് ഒരാൾ മരണപ്പെട്ടു. ആളുടെ പേര് ലാസർ എന്നാണ്. ഇതുവരെ ആൾ ജീവനോടെ എവിടെ ഉണ്ടെന്നോ അല്ലെ മരിച്ചു എന്നുള്ളൊരു ഉറപ്പായിട്ടൊരു തീരുമാനം, ബോഡി കിട്ടിയിട്ടില്ല. 10 പേരായിരുന്നു ആ വള്ളത്തിലുണ്ടായിരുന്നത്. വള്ളം 2 പ്രാവശ്യം തിര വന്നടിച്ച് വള്ളത്തിൽ വെള്ളം കയറി വെള്ളമെല്ലാം കോരി പറ്റിച്ച് അപ്പുറത്ത് കടലിനക്കരെ പോയിട്ട് ഇത് ജോലി ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ഇത് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായതെന്ന് പറഞ്ഞാൽ വീണ്ടും 2 തിര വന്ന് അടിച്ച് വള്ളത്തിൽ വീണ് അത് വള്ളം കമിഴ്ന്നു. അതിൽ 10 പേരിൽ 9 ആളും രക്ഷപ്പെട്ട, പലവർക്കും കൈകാല് മുറിയുകയും അപകടങ്ങളെല്ലാം ഉണ്ടായി. ഒരാളിൻ്റെ ബോഡിയും കിട്ടിയിട്ടില്ല. ആളെ ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഒരു തെളിവുമില്ലാതെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ലാസർ എന്ന് പറഞ്ഞ വ്യക്തി. അവരും ഞാനും ഒക്കെ ആ വള്ളത്തിലാണ് ജോലി ചെയ്യുന്നത്. അന്ന് ഞാനത് കര നിന്ന്, ഞാൻ ഇത്തിരി ചെറുതായതുകൊണ്ട് തന്നെ അവർ കയറ്റിയിട്ടില്ലായിരുന്നു, വള്ളത്തിലെടുത്തില്ലായിരുന്നു. അവർ പറഞ്ഞ് കര നിൽക്കാൻ പറഞ്ഞതുകൊണ്ട് മുതിർന്നവരാണ് അന്ന് കടന്നു പോയത്. ആ മുതിർന്നവർക്കാണ് അപകടം പറ്റുന്നത്. അപ്പോൾ അവരന്ന് പറഞ്ഞ് നിന്നെ രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കര നിന്നിരുന്നുവെങ്കിൽ നീയാണ് ഇത് സംഭവിക്കേണ്ടത്, നിനക്കാണ് ഈ മരണം സംഭവിച്ചു പോയത്. ദൈവം അവിടെ ഇടപെട്ടതുകൊണ്ടാണ് നിന്നെ പിടിച്ച് നിർത്തിയത്. ആ കര നിർത്തിയിട്ട് ആളെ കയറിയത് വള്ളത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവനാണ് അത് നഷ്ടപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ദൈവം ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളെ കരുതലോടെ കാണുന്ന ഒരു മേഖലയാണ് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ. പല പ്രശ്നങ്ങളും പ്രതിസന്ധിയിലും കടന്നു പോകുന്നെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ. തീരദേശ മേഖല എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം കുടുംബങ്ങൾ, മത്സ്യ കച്ചവടക്കാരായാലും മത്സ്യമെടുത്ത് ചന്തയിൽ കൊണ്ടുപോകുന്നവരായാലും എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ചാണ് ജീവിച്ച് മുന്നോട്ട് ഓരോ ദിവസവും കടന്നു. ഓരോ മണിക്കൂറും ഞങ്ങൾ കമ്പവല വിട്ട് 5-6 മണിക്കൂർ കഴിഞ്ഞ് അത് വലിച്ചെടുക്കുമ്പോൾ അനേകം കച്ചവടക്കാർ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് മത്സ്യം കിട്ടണേ, അവർക്ക് എടുത്തുകൊണ്ട് ചന്തയിൽ പോയി അവിടെ ഉപജീവന മാർഗം 100 രൂപ 200 രൂപ ആ കുടുംബത്തിന് കിട്ടാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി അവരവിടെ ഇരുന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കും. കർത്താവേ, അവർക്ക് മീൻ ലഭിക്കണേ, അവർക്ക് മീൻ ലഭിക്കുമ്പോഴേ ഞങ്ങൾക്കും അത് വാങ്ങിക്കൊണ്ട് വിൽപ്പനയ്ക്ക് വിറ്റ് അതിന് 200 രൂപ എൻ്റെ കുടുംബം പോറ്റുവാനൊന്ന് അനേകം കുടുംബങ്ങൾ, അനേകം പെണ്ണുങ്ങൾ ആണുങ്ങളും കച്ചവടം ചെയ്യുന്നുണ്ട്, മത്സ്യബന്ധനം കച്ചവടം ചെയ്യുന്നുണ്ട്. മത്സ്യം പിടിക്കുന്നവർ ആ 4-1 ഭാഗമെങ്കിലും കച്ചവടക്കാരുണ്ട്. കൂടുതലും മറ്റുള്ള മതസ്ഥരും ഉണ്ട്. എങ്കിൽ പോലും നമ്മളെ ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ മത്സ്യമേഖലയിൽ കച്ചവടം ചെയ്യുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാരണം അവരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, മുട്ടകുത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് കൂടുതൽ മത്സ്യം കിട്ടണേ, ആ ഒരു കമ്പവലയായിരിക്കും ഒരു ദിവസം വിട്ടുപോയത്, അതിൽ മത്സ്യം കിട്ടണേന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് അത് കിട്ടുമ്പോൾ
അവർക്കുണ്ടാകുന്ന സന്തോഷം ഏറ്റവും വലുത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ആഴങ്ങളിൽ കരയിൽ നിന്ന് നമ്മൾ വള്ളം ഇവിടെ നിന്ന് കയറുമ്പോൾ കുരിശ് വരയ്ക്കും. കുരിശ് വരച്ച് പിതാവിനും പുത്രനും വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് തൊഴുതിട്ടാണ് നമ്മൾ വള്ളത്തിൽ കയറുന്നത് തന്നെ. അതുപോലെ അത് കയറി ആ ഇതിൻ്റെ സാധനങ്ങൾ ഉപകരണങ്ങൾ അവിടെ വെള്ളത്തിൽ നമ്മളിട്ട് അവിടെയും പ്രാർത്ഥിക്കും. കർത്താവെ ഇതിൽ അന്നത്തിനുള്ള വക കിട്ടണേന്ന് പ്രാർത്ഥിക്കുകയും അവിടെ കിടന്ന് അത് നമ്മൾ മണിക്കൂറോളം വെയിൽ കൊണ്ട് കിടക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മൾ ചൂട് കൊണ്ട് 5-6 മണിക്കൂർ കടലിൽ കിടന്ന് വല വിടാൻ വേണ്ടി അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് കടലിൽ വെയിൽ കൊള്ളുന്നതിന് ഒരു 500 രൂപയെങ്കിലും 100 രൂപയെങ്കിലും കിട്ടണം എന്നുള്ള പ്രാർത്ഥന അവിടെ കിടന്ന് പ്രാർത്ഥിക്കും. അപ്പോഴെപ്പോഴെങ്കിലും മീനൊന്ന് കാണുന്നു നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വല വിട്ട് കര വന്ന് അത് വലിച്ചെടുത്ത് 10, 30, 45 പേര് 2 സൈഡിൽ നിന്ന് കമ്പോല വലിച്ചിട്ട് ശക്തിയോടുകൂടി വലിച്ചിട്ടാണ് അത് കര കയറുന്നത്. അത്രയും ദുർഘടം പിടിച്ചൊരു ജോലിയാണ് ആ കമ്പവലയെന്ന് പറഞ്ഞാൽ. നമ്മൾ പെട്ടെന്ന് നമുക്ക് തോന്നില്ല വലിക്കാമെന്ന് തോന്നും, പക്ഷേ അത് വരത്തില്ല. അത് 5 പേരോ 10 പേരോ വലിച്ചാൽ വരില്ല. നമ്മൾ ആരോഗ്യത്തോടു കൂടി വലിക്കണം. വലിച്ചാൽ മാത്രമേ അത് കര വരത്തുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോഴും ദൈവത്തിനെയാണ് വിളിക്കുന്നത്. ദൈവമേ ഇത് പെട്ടെന്നാക്കി നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ആരോഗ്യത്തിനൊരു കേടുപാടില്ലാതെ മത്സ്യം കിട്ടണമേ എന്ന് പ്രാർത്ഥനയാണ് എപ്പോഴും. ദൈവത്തിൻ്റെ ശക്തി അല്ലാതെ വേറെ ഒരു പ്രവർത്തനവും നമുക്ക് നടക്കില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം ദൈവം നമ്മളെ ആശ്രയിച്ച് നമ്മൾ പള്ളി നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഏത് മേഖലയിൽ പോയാലും ജോലി മേഖലയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പള്ളി നോക്കി പ്രാർത്ഥിച്ച് കർത്താവെ എനിക്കൊരു അപകടം കൂടാതെ എന്നെ തിരിച്ചെൻ്റെ ഭവനത്തിലെത്തിക്കണേ. മത്സ്യത്തൊഴിലാളികൾ പോകുമ്പോൾ മത്സ്യം പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് മത്സ്യം കൂടുതൽ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നമ്മുടെ കുടുംബത്തിലാണ് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇന്നത്തെ ഒരു ജോലി ഒരു 500 രൂപ കിട്ടി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ 500 രൂപ കൊണ്ട് നമുക്ക് ഒരുപാട് പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്യാം. പഴയ 500 രൂപ ഇന്ന് 1 ലക്ഷം രൂപ പോലും കൊടുത്താൽ വില ഇല്ലാത്തൊരു 1 ലക്ഷം രൂപ വെക്കണം, പഴയ 500 രൂപ. ആ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു വന്നത്. അപ്പോൾ ആ സാഹചര്യം 500 രൂപ, പണ്ടത്തെ 500 രൂപ വിലയാണ്. ആ വിലയോടുകൂടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുട്ടികളുടെ പഠനമായാലും ഡ്രസ്സ് എടുപ്പായാലും വീട്ടിലെ ഭക്ഷണമായാലും വീടിൻ്റെ കാര്യങ്ങളായാലും കറണ്ട് ബില്ലായാലും. പണ്ട് കറണ്ട് കുറവ് തുച്ഛമായ വീടുകളിലായിരിക്കും കറണ്ട് ഉള്ളത്. അന്ന് മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കിലുമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചൂട് വരുമ്പോൾ ഫാനൊന്നും ഇല്ലാതെ കറണ്ട് ഇല്ലാതെ നമ്മൾ കടപ്പുറത്ത്, ഇവിടെ നല്ല കടപ്പുറം, ഒരു കിലോമീറ്ററോളം കടൽ പുറന്നോട്ട് പോയി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ നമ്മൾ ചൂട് സമയത്ത് കടപ്പുറത്താണ് പോയി കിടക്കുന്നത്. തോർത്തും വിരിച്ചിട്ട് കൈലിയും വിരിച്ചിട്ട് നമ്മൾ കടപ്പുറത്താണ് കിടക്കുക. അന്നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അപകടവും കൂടാതെ ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എഴുന്നേറ്റ് വീട്ടിൽ പോകണമെന്ന്, സുഖകരമായിട്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ ജോലിക്ക് പോകണം, ഇന്നപ്പോഴും നമ്മൾ ജോലിക്ക് പോകണം, നമ്മൾ ഇന്ന സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് ദൈവത്തെ വിളിച്ച് നമ്മൾ എപ്പോഴും ഉറക്കത്തിൽ ഊണിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം അല്ലാതെ ദൈവത്തിൻ്റെ ആശ്രയം ഇല്ലാതെ ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവം ലൂക്ക 18:27 മനുഷ്യൻ അസാധ്യമായി ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച ആ ഒരു വചനമാണ്. കാരണം മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് മാത്രമേ എന്നിലൂടെ പ്രവർത്തിക്കാൻ പറ്റൂ. ഞാൻ എന്ത് നിങ്ങളെ നോക്കി പറയുന്നുവോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ നാവിൽ ഞാൻ കാണാതെ പഠിച്ച് സംസാരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്, വേറെ ആരുടെയും കഴിവല്ല. എന്നെ സൃഷ്ടിച്ച് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപം കൊള്ളുന്ന അന്നു മുതൽ ജനിച്ച് 9 മാസവും ഒരാഴ്ചയും ഞാൻ ഈ ഭൂമി കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു കേടുപാടുമില്ലാതെ എൻ്റെ ശരീരം കംപ്ലീറ്റ് പൂർണ്ണമായി എനിക്കൊരു കേടുപാടില്ലാതെയാണ് ദൈവം എന്നെ ഭൂമിയിലോട്ട് അയച്ചത്. അത് കേടുവരുത്തുന്നത് മനുഷ്യനാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലവിധ അപകടങ്ങളും പലവിധ അസുഖങ്ങളും വരുത്തി വയ്ക്കുന്ന മനുഷ്യനാണ്. ദൈവം നമ്മളെ സൂപ്പറായിട്ട് നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമി ചവിട്ടുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അമ്മയുടെ ഒരു ചിരി, നമ്മൾ സന്തോഷം, എല്ലാ ദുഃഖവും മറന്നുകൊണ്ട് ഒരു പുത്രൻ ജനിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് ആ ഹോസ്പിറ്റലിനകത്ത് നിൽക്കുന്നവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു നേഴ്സെടുത്ത് കുഞ്ഞിനെ കൊണ്ട് അടുത്ത് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് കടന്നു വന്നതെന്ന് പറഞ്ഞ് അവർ ഏറ്റവും കൂടുതൽ എല്ലാ ദുഃഖവും മറന്നുകൊണ്ട് അവർ ചിരിക്കും. ദൈവമേ എനിക്കൊരു ആണായാലും ഒരു പെണ്ണായാലും ദൈവം തന്നല്ലോ ഒരു സമ്മാനം എന്ന്. ജീവിതത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞത്. ആ ദൈവത്തിൻ്റെ പരിപാലനയിൽ വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ്. അത് നമ്മൾക്ക് 18-20 വയസ്സാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ പലവിധ പ്രവർത്തനത്തിലും കടന്നു പോകും. പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന അടിസ്ഥാനമായ വിശ്വാസമാണ് നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമ്മളെ പിടിച്ചിരുന്നത്. ഞാൻ എന്നൊരു വ്യക്തി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം
മനുഷ്യൻ പല വിധത്തിലാണ് ദൈവത്തിന് വിശ്വസിക്കുന്നത്. ആത്മാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചും വിളിക്കപ്പെട്ട മക്കൾ ഒരുപാട് പേരുണ്ട്, വിളിക്കപ്പെടാത്ത അനേകം മക്കളുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് വരുന്ന മക്കൾ, അടിസ്ഥാന ക്രൈസ്തവർ, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ പത്രോസ് എന്ന പ്രവാചകനിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. മത്സ്യത്തൊഴിലാളിയാണ്, മുക്കുവനാണ് പത്രോസ്. ആ മുക്കുവൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. ആ ഒരു ദൈവത്തിൻ്റെ ഒരു വിശ്വാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മേഖലയിൽ എല്ലാ മത്സ്യത്തൊഴിലാളികളും വിശ്വസിക്കുന്നത്. ദൈവം ആ ഒരു ശക്തിയെ ഉൾപ്പെടുത്തി നമ്മളെ കൊണ്ട് ദൈവികമായിട്ട് ഒരു മാരേജ് ചെയ്യിപ്പിക്കാൻ ഒരു അവസരം മാതാപിതാക്കളും മറ്റുള്ള സമൂഹം നമ്മൾ ഒരുക്കി ആ ഒരു വിശ്വാസത്തിൽ വളർന്നു വരുമ്പോഴാണ് ഒരു കുടുംബജീവിതം ഭദ്രമാകുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബജീവിതമല്ല. എനിക്കിഷ്ടപ്പെടാത്ത ഒരു പെണ്ണിൻ്റെ മാതാപിതാക്കൾ കുറേ സ്വത്തും തന്ന് കെട്ടിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതം ആയില്ല, തകർന്ന് തരിപ്പണമാകും. ദൈവത്തിന് യോജിച്ച ഒരു പെണ്ണല്ല ആ മകന് അവർക്ക് പെണ്ണായാലും ആണായാലും കിട്ടുന്നത്. കിട്ടിയിട്ടില്ല എങ്കിൽ അത് ജനിക്കുന്ന മക്കൾ ആ രീതിയിലായിരിക്കും വളരുന്നത്. വീട്ടിൽ ക്രൈസ്തവരായ നമ്മൾ കൊടുക്കുന്ന വിശ്വാസമാണ് സമൂഹത്തിൽ നമ്മളെ നിലനിർത്തുന്നത്. സമൂഹം 10 പേര് നമ്മളെ നോക്കി പറയുന്നത് ആ ഒരു വീട്ടിലെ പ്രാർത്ഥനയും കാര്യങ്ങളാണ് ആ മനുഷ്യൻ ഇന്ന് ആ മകൻ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ ജോലി ചെയ്യുകയും നല്ല രീതിയിൽ ആത്മാർത്ഥയോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയാണ് ആ രീതിയിലെല്ലാം കടന്നു പോകുമ്പോൾ. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു നിലവാരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ആ ഒരു വിശ്വാസം നമ്മൾ എത്രത്തോളം ആഴത്തിൽ വരുന്നുവോ ആ ആഴമാണ് നമ്മളെ വിശ്വാസത്തിൽ കടന്നു പോകാൻ നമ്മളെ കൈപിടിക്കുന്നത്. ദൈവം നമ്മളെ കൈപിടിക്കുമ്പോൾ സകല വിശ്വാസത്തിലും നമ്മൾ കടന്നു പോകും. കാരണം വിശ്വാസം എന്നൊരു പ്രത്യാശയാണ്. ആ പ്രത്യാശയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ ദുരിതവും ദുഃഖവും അനുഭവിച്ചൊരു വ്യക്തിയാണ് സെൽവൻ എന്ന ഞാൻ ഗൾഫിൽ പോയിട്ട് വീണ്ടും നടത്തിയ ഒരു സംരംഭമാണ്, ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിനെ വിട്ടുകൊണ്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഗൾഫ് രാജ്യത്തൊരു സ്ഥാപനം തുടങ്ങാനിടയായത്. കടലിലും കരയിലും നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിനെ ആശ്രയിച്ച്, കാരണം ദൈവമാണ് നമുക്ക് ശക്തി. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതിയൊരു ബൈബിളാണ് നമ്മുടെ കയ്യിലുള്ളത്. ദൈവം നമുക്ക് ഒരു ഗിഫ്റ്റായിട്ട് തന്ന, നമുക്ക് പിറക്കുന്ന തലമുറയ്ക്ക് എഴുതിയിരിക്കുന്ന വചനം ഇന്ന് ദൈവം നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതിയ ഇന്ന് എനിക്ക് സംഭവിക്കുന്ന വചനമാണ് ലൂക്ക 18:27 ഞാൻ നേരത്തെ പറഞ്ഞത്. മനുഷ്യന് അസാധ്യമായി ദൈവത്തിന് സാധ്യമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റും. ഞാൻ വിളിക്കുന്ന വിളി ദൈവത്തിൻ്റെ അടുത്താണ്. ദൈവമേ എന്നെ രക്ഷിക്കണേ, എൻ്റെ പാവങ്ങൾ പൊറുക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ കർത്താവ് ഇടപെടണമേ എന്ന് നമ്മൾ ഈ സമൂഹത്തിലും ഈ പ്രാർത്ഥനയിലും കടലിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരം ആഗോളം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ദൈവം സമർത്ഥമായി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഇടവകനെയും സമൂഹത്തെയും അനുഗ്രഹിക്കണം എന്ന് നിത്യം എല്ലാ ദിവസവും ഞായറാഴ്ചയും മറ്റുള്ള പ്രാർത്ഥന വേദിയിലും നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്ന കുടുംബങ്ങൾക്ക്, ഒരുപാട് കടബാധ്യതയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ശക്തിയാണ്. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഈ നിമിഷവും. അതാണ് ദൈവത്തിൻ്റെ ഒരു കരം. ദൈവത്തിൻ്റെ കരം എൻ്റെ മേലെ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.